Hi all, I am Dr. Sumaya from Dr. Kaveri Ayurvedic Center. നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയുമായിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. വെയിറ്റ് റിഡക്ഷൻ പല എൻക്വയറീസും നമുക്ക് വരാറുണ്ട്. സ്പോട്ട് റിഡക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ ഹോൾ ബോഡി റിഡക്ഷൻ ആയിട്ടും അങ്ങനെ പല രീതിയിൽ വരാറുണ്ട്. അതിൽ കൺഗ്രാജുലേഷൻ ഡോക്ടർ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തു, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് ഡോക്ടർ വെയിറ്റ് കുറച്ചു. രണ്ടാമത് 7 months ആണ്. ഡോക്ടർക്ക് എന്താണ് ഈ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നാൻ എന്തായിരുന്നു കാരണം? 3rd പ്രഗ്നൻസി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി 87 kg ആണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് 10 kg എന്തായാലും കൂടും. അപ്പം ഞാൻ എന്തായാലും 100 അടിച്ച് പോകും. അപ്പം അതിന് മുമ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പലരും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒക്കെ അവർക്ക് ആയുർവേദം ത്രൂ വെയിറ്റ് കുറയ്ക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ആണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തേനെക്കാട്ടി കുറച്ചും കൂടെ ഞാൻ ആക്റ്റീവായി. എന്താ പറയുക, ശ്വാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കുറച്ച് നടക്കാനായാലും ജോയിൻറ്റ് പെയിൻ കുറഞ്ഞു. മറ്റേ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് വയ്യ എന്നൊരു വാക്കായിരുന്നു. ഇപ്പം അത് വീട്ടിലില്ല. മക്കളും അത് കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് എനർജറ്റിക് ആയി. നമ്മുടെ സ്വന്തം ഡോക്ടർ കാവേരി. ഡോക്ടറുടെ വെയിറ്റ് ലോസ് ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ? ഡോക്ടറുടെ വെയിറ്റ് എത്രയായിരുന്നു, എത്രയിലേക്ക് വന്നു, എന്തൊക്കെയാണ് ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ. ആക്ച്വലി ഞാൻ UAE വന്നതിന് ശേഷമാണ് വെയിറ്റ് നല്ലോണം കൂടിയത്. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഒരു 85 വരെ വന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവലായിട്ട് 80. ഞാൻ മൈൻഡ് ആക്കിയില്ല, 80 തന്നെ നിൽക്കായിരുന്നു. സെക്കൻഡ് ഡെലിവറി ടൈമും ഓക്കെ ആ ഒരു 80. പിന്നെ 80ക്ക് താഴെ പോയിട്ടേ ഇല്ല. എൻ്റെ ഹൈറ്റ് പറയുന്നത് 165 ആണ്. അപ്പം അറിയാലോ, ഐഡിയൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 60 to 65 വരെ വരുന്നുള്ളൂ. പിന്നെ അത് വിചാരിക്കാതെ 87 വരെ എത്തിയപ്പോഴാണ് ഞാനൊരു വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിക്കുന്നതും മറ്റുള്ളവർക്ക് വണ്ണം കുറച്ച് കൊടുക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് കുറച്ചുകൂടാ എന്നൊരു ചിന്ത വരുന്നതും. അപ്പോഴും ഒരു 80 വരുന്നതേ ഉള്ളൂ, പക്ഷെ താഴോട്ട് പോകുന്നില്ല. അപ്പോഴാണ് നമ്മളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചാർട്ടുമായിട്ട് വരുന്നതും നമ്മൾ ബിഫോറും ആഫ്റ്ററും ഓരോ തെറാപ്പീസ് പ്ലാൻ ചെയ്തു. ഇവരെൻ്റെ പ്രകൃതി അനാലിസിസ് നടത്തി. അവർ പറഞ്ഞൊരു കാര്യം, എപ്പോഴും നമ്മൾ ഒരാളുടെ ഗൈഡ് ലൈൻസ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട്. ഇപ്പം ഞാൻ സെൽഫ് ചെയ്തപ്പം ഞാൻ കുറച്ച് ലിബറൽ ആവും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ലൂസ് ആവും, പിന്നെയും പിടിക്കും. അപ്പം ഇതിൽ എനിക്ക് 87 to 65 kg. ഇറ്റ് വാസ് നോട്ട് എ ഷോർട്ട് ഡ്യൂറേഷൻ. 3 months കറക്റ്റ് ഡോക്ടർ പറഞ്ഞ കൂട്ട് വേറെ ഡയറ്റ് ബ്രേക്ക് ചെയ്യാതെ നിന്നു. പക്ഷെ എനിക്ക് 1 year എടുത്തു ശരിക്കും ഞാൻ ഉദ്ദേശിച്ച ആ വെയിറ്റിലെത്താൻ. അത് ഡോക്ടർ പലരുടെയും സംശയമാണ്, നമ്മളിത് ലോങ് ടേം ചെയ്യണോ, എത്ര കാലം ചെയ്യണം ഇതൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി, നമ്മൾ ഇടയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടി ഡോക്ടർ. ഇത് നിങ്ങൾ പറഞ്ഞോട്ട് ഉദ്വർത്തനം, അതേപോലെ നമ്മൾ തെറാപ്പിയുടെ സീക്രട്ട് പറയുന്നില്ല, നമ്മുടെ കുറച്ച് സീക്രട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സീക്രട്ട് ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് ഇവർക്ക് തന്നെ ഞാൻ വിട്ടുകൊടുത്തു. നമ്മളുടെ ഫോർമുല അല്ല ഇവർക്കും അറിയാം, അവർ തന്നെ ചെയ്തോട്ടെ, അവർക്കൊരു ട്രയൽ ആൻഡ് എറർ നടന്നോട്ടെ എന്നുള്ള രീതി തന്നെ ഞാൻ നിന്ന് കൊടുത്തു. നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ ചാർട്ട് അനുസരിച്ച് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അതുപോലെ ടൈമിങ്ങും എല്ലാം ഞാൻ കീപ്പ് ചെയ്തു. പിന്നെ ഈ ഉദ്വർത്തനം അങ്ങനെയുള്ള തെറാപ്പീസ് ഒക്കെ ചെയ്ത് കാരണം സാഗിങ് കാര്യങ്ങൾ, എന്നോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രം ഞാൻ ചെയ്തിട്ടില്ല, അതിനെനിക്ക് മടിയാണ്. ബട്ട് അവർ തെറാപ്പി ഈസ് ഈക്വൽ ടു എക്സസൈസ്. സർക്കുലേഷൻ ഉണ്ട്, മെറ്റബോളിസം കൂടുന്നുണ്ട്. എന്തായാലും അൾട്ടിമേറ്റ്ലി എൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു BMI എത്രയാണോ അതനുസരിച്ച് നമ്മൾ അതിനകത്ത് കയറേണ്ട വെയിറ്റ് തന്നെ നമ്മൾ നിർത്താൻ ശ്രമിക്കണം. പലരും പകുതിക്കിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരു 5 കിലോ കുറയുമ്പോഴത്തേക്കും അവർ മനസ്സിലാക്കുന്നില്ല, വെള്ളം മാത്രം കുറഞ്ഞെന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ ഫാറ്റ് ബേണിംഗ് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഐ ആം ഹാപ്പി. ഡോക്ടർ കാവേരി ആയുർവേദ സെന്ററിലും നമ്മുടെ കരാമേലെ ബ്രാഞ്ചിലും എനിക്ക് എവിടെയാണോ പോകാൻ സൗകര്യം അതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞ ആ ഡ്യൂറേഷൻ അനുസരിച്ച് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു. നൗ ഓൾസോ സം തെറാപ്പീസ് ഐ എം ഗോയിങ് ത്രൂ. കാരണം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെ വെയിറ്റ് റിഡക്ഷൻ നോക്കുന്നു അവർക്കൊക്കെ ആയുർവേദം ത്രൂ ഒരു അഷുറൻസ് ഞാൻ കൊടുക്കുന്നു. പക്ഷേ സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരിക്കണം.